ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നായ ഹൗറ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയാൽ അത്ര വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ ഒന്നും അല്ല ഈ ഹൗറ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഹ്യൂമൻ വേസ്റ്റ് വരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് ഹൗറ ജംഗ്ഷൻ. ഇവിടെ മൊത്തം 23 പ്ലാറ്റ്ഫോമുകളുണ്ട്. 2 റെയിൽവേ സോണലിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സാണ് ഹൗറ. ഈസ്റ്റേൺ റെയിൽവേയുടെയും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെയും ഹെഡ്ക്വാർട്ടർ വരുന്നത് ഇവിടെ തന്നെയാണ്. ഇരുപത്തിമൂന്ന് പ്ലാറ്റ്ഫോമുള്ള ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഹൗറ. ഇതിൽ നിന്ന് 10ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 6 ഇഞ്ചിനാണ് നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നത്. 24 മണിക്കൂറും ഫുൾ ബിസി ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ഹൗറ. ഇതുണ്ട് ഈ പേപ്പർ കൊണ്ടുള്ള ചാർട്ട്. ഇതിപ്പം ഞാൻ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ഡിവിഷനുകളിലൊന്നും ഈ സംഭവം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വേറെ ഏതെങ്കിലും ഡിവിഷനിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പണ്ട് നമ്മുടെയൊക്കെ എല്ലാ ഡിവിഷനുകളിലും റെയിൽവേ സോണുകളിലും ഇതേമാതിരി പേപ്പർ ചാർട്ട് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഹൗറയിൽ മാത്രം ഇങ്ങനെയാണ്. എല്ലാ ട്രെയിനിൻ്റെയും ചാർട്ട് ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിന് യാർഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന ഷണ്ടിങ് ലോക്കാണ് ഈ കിടക്കുന്നത്. ഇത് വന്ന് ഹൗറ ഡീസൽ ഷെഡിൻ്റെ ഒരു ലോക്കോയാണ് കേട്ടോ. ഇതിൻ്റെ കളർ ലിവറി ഉണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഒത്തിരി പഴക്കമുള്ള ഒരു ലോക്കാണ് ഇത്. ഞാനത് പറയാൻ മറന്നു. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റലായ റാഞ്ചിയിലേക്കാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും ഹൗറയിൽ നിന്ന് റാഞ്ചി വരെ സർവീസ് നടത്തുന്ന ശതാബ്ദി എക്സ്പ്രസ് ആണ് ഇത്. ഇതിൻ്റെ നമ്പർ വന്ന് 12019. ശതാബ്ദി എക്സ്പ്രസിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യയിലെ പ്രീമിയം ട്രെയിനാണ് ശതാബ്ദി, രാജധാനി, തുരന്തോ, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന വന്ദേ ഭാരത്. ഈ ട്രെയിൻ രാവിലെ 6:05 ഹൗറയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:15 റാഞ്ചിയിൽ എത്തുന്ന തരത്തിലാണ് ഇതിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഹൗറയ്ക്കും റാഞ്ചിക്കും ഇടയിൽ ഇതിന് 10 സ്റ്റോപ്പാണ് ഉള്ളത്. ഇതിൻ്റെ ചാർജ് വന്ന് ഇതൊരു പ്രീമിയം ട്രെയിൻ ആയതുകൊണ്ട് ഇതിൻ്റെ ചാർജ് വന്ന് ഡൈനാമിക് ഫെയറിംഗ് ആണ്. എങ്കിലും AC ചെയർ കാറിൽ ഏകദേശം 1190 രൂപയാണ് എനിക്കായത്. എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ 2070 രൂപ സംതിങ് ആവുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർ കാർ. ഈ ട്രെയിൻ വന്ന് 2 എക്സിക്യൂട്ടീവ് ചെയർ കാറുണ്ട്, E1ഉം E2ഉം. ഇതിൻ്റെ സീറ്റിംഗ് വന്നിട്ട് 2x2 എന്ന കോൺഫിഗറേഷനിലുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും നല്ല ലക്ഷറി ആയിട്ടുള്ള സീറ്റാണ് ശതാബ്ദി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ വന്ദേ ഭാരതിന് വേണ്ടി റൊട്ടേറ്റിംഗ് ഇല്ല. ഇതാണ് നമ്മുടെ കോച്ച് C3. കയറുമ്പോൾ തന്നെ സൈഡിൽ ഒരു മിനി പാൻട്രി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഈ പാൻട്രിയുടെ സെറ്റപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാമേ. നല്ല രസമുണ്ട്. ശതാബ്ദി മാതിരിയുള്ള ട്രെയിനുകളിലാണ് ഇങ്ങനത്തെ മിനി പാൻട്രി സെറ്റപ്പ് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സീറ്റിലേക്ക് പോവാം. എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റാണ്. C3ൽ 16 ഇതാണ് എൻ്റെ സീറ്റ്. ഇതാണ് ഇന്ന് നമ്മുടെ ട്രെയിനിൻ്റെ സാരഥി. ഹൗറ ഇലക്ട്രിക് ലോക്കോ ഷെഡിൻ്റെ WP5 ആണ് നമ്മുടെ ട്രെയിനെ ഇന്ന് റാഞ്ചി വരെ കൊണ്ടുവന്നത്. ഇവനെ കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യയിലാണ് കണ്ടുവരുന്നത്. സൗത്ത് ഇന്ത്യയിലൊന്നും ഇവന് ലോക്കോ ഷെഡ് ഇല്ലാത്തതുകൊണ്ടും വളരെ ചുരുക്കം ചില ട്രെയിനുകളിലൊക്കെ കേരളത്തിൽ ഇവനെ കാണാറുള്ളൂ. ചിലപ്പോൾ ഒക്കെ രാജധാനിയിൽ കാണാറുണ്ട് ഇവനെ. ഇന്ത്യയിൽ മിക്കവാറും എല്ലാ ഹൈ സ്പീഡ് ട്രെയിനുകളിലും ഈ WP5 ലോക്കാണ് ഉപയോഗിക്കുന്നത്. ഈവൻ ഗതിമാൻ എക്സ്പ്രസ് വരെ WP5 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് 6:05 തന്നെ നമ്മുടെ ട്രെയിൻ ഹൗറ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കണ്ടോ ആ പോകുന്ന ട്രെയിനാണ് അസീംഗഞ്ചിലേക്ക് പോകുന്ന ഗാനദേവത എക്സ്പ്രസ്. ട്രെയിനിൻ്റെ പേര് കൊള്ളാം അല്ലേ, ഗാനദേവത എക്സ്പ്രസ്.
ട്രെയിനിൽ കയറിയ ഉടനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് കിട്ടിയിട്ടുണ്ട്. ഒരു ബോട്ടിൽ വെള്ളവും ചായയും ബിസ്ക്കറ്റുമാണ് കിട്ടിയിരിക്കുന്നത്. പുറത്തെ കാഴ്ച കണ്ടോ ദൈവമേ, ഫോഗ്. ഈ ഫോഗ് കാരണമാണ് ഈ ട്രെയിൻ ഇങ്ങനെ പതുക്കെ പോകുന്നത് കേട്ടോ. ഞാൻ ഓർക്കുകയും ചെയ്തു ഇതെന്താ ഇങ്ങനെ പതുക്കെ പോകുന്നതെന്ന്. മിക്കവാറും ഈ ഫോഗ് കാരണം മിക്കവാറും റാഞ്ചി ചെല്ലുമ്പോഴത്തേക്ക് ഈ ട്രെയിൻ ഒത്തിരി ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഫോഗ് കാരണം ഒരുപാട് ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. ഫോഗൊക്കെ മാറി നമ്മുടെ ട്രെയിൻ ഉഷാറായിട്ടുണ്ട്. കറക്റ്റ് 130 ട്രാക്കിൽ തന്നെ 130 തന്നെ ഇവൻ പിടിക്കുന്നത് കേട്ടോ. ഈ ഖരഗ്പൂർ ഹൗറ റൂട്ടിൽ മിക്കവാറും എല്ലാ ട്രെയിനും 130ലാണ് പോകുന്നത്. ഇത് 130 എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ട്രാക്കാണ് കേട്ടോ. ഈ ട്രാക്കിൽ കൂടെ ഞാൻ 3-4 വട്ടം സഞ്ചരിച്ചിട്ടുണ്ട്. എല്ലാ ട്രെയിനിൻ്റെയും സ്പീഡ് ഞാൻ നോക്കിയിട്ടുമുണ്ട്. എല്ലാ ട്രെയിനും 130 തന്നെയാണ് പോകുന്നത്. ശതാബ്ദി മാത്രമല്ല, LHP ഉള്ള എല്ലാ ട്രെയിനും 130 പോകുന്നുണ്ട്. കേരളത്തിലൂടെ ഇനി എന്നാണോ ഇതേമാതിരിയൊക്കെ ഒരു 130 കാണാൻ പറ്റുന്നത്? മംഗലാപുരം ഷൊർണൂർ റൂട്ട് 130 ആക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ഏത് കാലത്ത് നടക്കാനാണോ എന്തോ. 110 വരെ ഉണ്ട് ആ റൂട്ടിൽ. ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പറഞ്ഞ നോൺ വെജ് ആണ്. ഇതിനകത്ത് വന്നത് ഓംലെറ്റ് വന്നിട്ടുണ്ട്, ബ്രെഡ്, ഫ്രൂട്ടി, ചീസ്, ജാം. നോർമൽ ശതാബ്ദി, രാജധാനി, ദുരന്തോയിലെല്ലാം കൊടുക്കുന്ന സെയിം സാധനം തന്നെ. ഹൗറയിൽ നിന്ന് 158 കിലോമീറ്റർ താണ്ടി നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ ദുർഗാപൂർ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഈസ്റ്റേൺ റെയിൽവേ അസൻസോൾ ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റേഷനാണ്. ഇവിടെ മൊത്തം 5 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ കോഡ് വന്ന് DGR. ശതാബ്ദിയിലെ AC ചേർക്കാറിലെ ബാത്റൂമിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യുക. ഇത് ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഇനി വെസ്റ്റേൺ സ്റ്റൈലിൻ്റെ നോക്കാം. ഇത് ഇന്ത്യൻ സ്റ്റൈലിനെക്കുറിച്ചും കുറച്ചുകൂടെ ഭേദപ്പെട്ടതായിട്ട് തോന്നുന്നു. കുഴപ്പമില്ല, ആവറേജ്. ഹൗറയിൽ നിന്ന് 182 കിലോമീറ്റർ താണ്ടി നമ്മുടെ ട്രെയിനിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പായ റാണിഗഞ്ച് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ മൊത്തം 4 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് RNG. ഈസ്റ്റേൺ റെയിൽവേയുടെ അസൻസോൾ ഡിവിഷൻ്റെ അണ്ടറിലാണ് ഈ സ്റ്റേഷനും വരുന്നത്. ഇവിടെ ഈ ട്രെയിന് 2 മിനിറ്റ് സ്റ്റോപ്പാണുള്ളത്. ഹൗറയിൽ നിന്ന് 200 കിലോമീറ്ററുകൾ താണ്ടി നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അസൻസോൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇത് വെസ്റ്റ് ബംഗാളിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ജംഗ്ഷനിലൊന്നാണ്. ഇവിടെ മൊത്തം 7 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. ഈസ്റ്റേൺ റെയിൽവേയുടെ അസൻസോൾ ഡിവിഷനിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഈ സ്റ്റേഷനും വരുന്നത്. ഇതാണ് അസൻസോളിൻ്റെ ഇലക്ട്രിക് ലോക്കോ ഷെഡ്. ഈ കടന്നതാണ്. ഇതൊരു കിടില ഇലക്ട്രിക് ലോക്കോ ഷെഡാണ്. ഇവിടെ WP5 ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ്. WP5 അധികം അങ്ങും ലോക്കോ ഷെഡ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. വളരെ ചുരുക്കം ചില ലോക്കോ ഷെഡ് മാത്രം കാണുകയുള്ളൂ. നമ്മുടെ ഈ ലോക്കോ ഷെഡിൽ WP5 ഉണ്ട്. പിന്നെ WP4ഉം VAC 7ഉം ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കാണാവുന്നതാണ് അസൻസോളിൻ്റെ. ഒരു അടിപൊളി ഓവർടേക്കിംഗ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. നമ്മുടെ ട്രെയിൻ കാമക്യ റാഞ്ചി വീക്കിലി എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്ത് കടന്നു വന്ന കാഴ്ചയായി കാണുന്നത്. നമ്മുടെ ട്രെയിൻ ശതാബ്ദി എക്സ്പ്രസ് ആണല്ലോ. സോ ഹൈ പ്രയോറിറ്റി ആയ ട്രെയിൻ ആയതുകൊണ്ട്
ഇത് 2 ട്രെയിനും റാഞ്ചിക്ക് പോകുന്നത്, പക്ഷെ നമ്മുടെ ട്രെയിനെ ആദ്യം കിടത്തി വിട്ടെ. അടിപൊളിയല്ലേ? ഈ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നദിയാണ് ബരാഫർ നദി. അസൻസോഡിനടുത്തുള്ള ഒരു നദിയാണ് ഈ ബരാഫർ. കുറേ WP7 ആ സൈഡിൽ കിടക്കുന്നു കേട്ടോ. ധൻബാദിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തേക്കുന്നത്. ധൻബാദ് ജംഗ്ഷനിലേക്കാണ്. ഈ റൂട്ടിലെ മെയിൻ ഒരു ജംഗ്ഷനാണ് ധൻബാദ്. നമ്മുടെ നാട്ടിൽ പോകുന്ന ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവിടുന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സൈഡിൽ കാണുന്നതാണ് ധൻബാദിലെ കോച്ച് കെയർ സെൻറ്ററും പിറ്റ് ലൈനും റെയിൽവേയുടെ ട്രെയിനിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലം. ആ സൈഡിലായിട്ടാണ് ധൻബാദിലെ യാർഡ് വരുന്നത്. May I have your attention, please? Train number 22303 from Howrah to Gaya is arriving shortly on platform number 3. ആ കിടക്കുന്ന ട്രെയിൻ നമ്മുടെ ആലപ്പി എക്സ്പ്രസ് ആണ്, ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്. ഹൗറയിൽ നിന്ന് 250 കിലോമീറ്ററുകൾ താണ്ടി നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ധൻബാദ് ജംഗ്ഷനിലേക്കാണ്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഒരു ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടിയാണ് ധൻബാദ്. ജാർഖണ്ഡിലെ ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. ഹൗറ ഗയ ഡൽഹി മെയിൻ ലൈനിലെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ കൂടാണ് ധൻബാദ്. ധൻബാദിൽ മൊത്തം 8 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇവിടെ നമ്മുടെ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ കോഡ് വന്നിട്ട് DHN. ഇപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനാണ് ഹൗറ ഗയ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഓറഞ്ച് കളറിലെ വന്ദേ ഭാരത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ട്രെയിന് ഹൗറയിൽ നിന്ന് രാവിലെ 6:15 എടുത്തത്. നമ്മുടെ ട്രെയിൻ 6:05. 2 ട്രെയിനും ഒരേ സമയത്താണ് ധൻബാദിൽ നിന്ന് എടുത്തത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഗയ റൂട്ടിലും നമ്മുടെ ട്രെയിൻ റാഞ്ചി റൂട്ടിലേക്കും ഡയറക്ഷൻ ആവണം. ആ റൂട്ട് പോകുന്നത് ഡൽഹി ഗയ മെയിൻ ലൈനാണ്. ഇത് നമ്മളിപ്പം റാഞ്ചിയിലേക്കും ഹട്ടിയിലേക്കും പോകുന്ന ലൈനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കൂടുതലും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനത്തെ ട്രെയിനുകളിൽ കോളും കയറ്റി പോകുന്നത്. ജാർഖണ്ഡ് സ്റ്റേറ്റിൽ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഏതോ വലിയ കോൾ മൈൻസ് ആണ് ആ ദൂരെ കാണുന്നത്. ഈ ധൻബാദ് ബൊക്കോറോ ഈ ഏരിയ മൊത്തം കോൾസ് മൈൻ ഇഷ്ടംപോലെ കാണാവുന്നതാണ്. നമുക്ക് എവിടെ നോക്കിയാലും എനിക്ക് തോന്നുന്നു ഈ കോൾസ് മൈൻസ് ആണ്. എവിടെ നോക്കിയാലും ഇതിൻ്റെ മണ്ണിൻ്റെ കളറും ബ്ലാക്ക് കളറായിട്ടാണ് ഇവിടെ കാണുന്നത്. ധാരാളം കോൾസ് മൈൻസ് ഉള്ളൊരു സ്ഥലം കൂടാണ് ജാർഖണ്ഡ് സ്റ്റേറ്റ്. ഇതൊരു യാർഡാണ്. കോൾസൊക്കെ ഗുഡ്സ് ട്രെയിനിൽ നിറയ്ക്കുന്ന ഒരു യാർഡാണ്. നിങ്ങൾ അപ്പുറത്ത് കണ്ടോ JCB ഒക്കെ കിടക്കുന്നത്? അപ്പുറത്ത് നിറയെ കോൾ കൊണ്ടിട്ടേക്കുവാണ്. ആ കോളെല്ലാം JCB കോരി ഇതിനകത്തോട്ടിടുന്ന കാഴ്ചയാണ് അപ്പുറത്ത് കാണുന്നത്. ഇങ്ങനത്തെ ഒത്തിരി യാർഡ് ഞാൻ വരുന്ന വഴി കണ്ടായിരുന്നു കേട്ടോ. ഈ റൂട്ടിൽ മൊത്തം കോൾ മൈൻസും ഈ കാര്യങ്ങളൊക്കെ ഈ റൂട്ട്. ജാർഖണ്ഡ് സ്റ്റേറ്റ് മൊത്തം അതാണല്ലോ. നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന റിവറിൻ്റെ പേരാണ് ജുമൈന റിവർ. ജാർഖണ്ഡിൽ പൊതുവെ റിവറുകളിലെല്ലാം ഈ ഒരു കാഴ്ചയാണ്. വെള്ളമൊക്കെ വളരെ കുറവാണ്, ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. മിക്കവാറും ഈ ഏരിയയിലുള്ള എല്ലാ റിവറിലും ഇതാണ് ഈ കാഴ്ച.
ദാണ്ട് ആ കിടക്കുന്ന ബ്ലൂ കളറിലെ ലോക്കോ ഉണ്ട്, അതാണ് ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായ ലോക്കോ, വാക്ടോല്. ഈ റൂട്ടിൽ ഇഷ്ടം പോലെ കാണാം. ഈ റൂട്ടിലെ ഏരിയയിലൊക്കെ ഞാൻ ഒരുപാട് വാക്ടോല് കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ വളരെ വിരളമായിട്ട് കാണുന്ന സാധനമാണ് ആ വാക്ടോല്. കണ്ടോ, ഈ പാസ് ചെയ്യുന്ന ട്രെയിൻ കണ്ടോ? ഇതാണ് നമ്മുടെ കേരളത്തിന് ധൻബാദിന് വരുന്ന ആലപ്പി ധൻബാദ് എക്സ്പ്രസ്. ഈ ട്രെയിൻ എനിക്ക് ക്രോസിങ്ങിന് കിട്ടിയത് ധൻബാദിനും ബൊക്കോറോയ്ക്കും ഇടയിൽ വെച്ചാണ്. ഈ ട്രെയിൻ എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ് ലേറ്റാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് ധൻബാദ് എത്തേണ്ട സമയമായെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ 5ാമത്തെ സ്റ്റോപ്പ്, ചന്ദ്രാപുര ജംഗ്ഷൻ. ഹൗറയിൽ നിന്ന് 293 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ളത്. ഇവിടെ നമ്മുടെ ട്രെയിനിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ വാക്ടോൽ ലോക്കോ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? എന്തോരം വാക്ടോലാണ് ഈ റൂട്ടിൽ കാണാൻ പറ്റുന്നത്. റെയിൽ ഫാൻസിനൊക്കെ ഈ റൂട്ടിൽ വരുവാണെങ്കിൽ ചാകരയാണ് കേട്ടോ. ആ മുന്നിൽ കാണുന്ന ഫാക്ടറിയാണ് ഡാൽമിയ സിമെൻ്റ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഡാൽമിയ സിമെൻ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി. ബൊക്കോറോ സ്റ്റീൽ സിറ്റി സ്റ്റേഷൻ എത്തുന്നതിന് ഒരു 5-6 കിലോമീറ്റർ മുൻപായിട്ടാണ് തോന്നുന്നു ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ബോണ്ടാമുണ്ട ഇലക്ട്രിക് ലോക്കോ ഷെഡിൻ്റെ WG9HC ലോക്കോയാണ് ഈ കാണുന്നത്. ഇത് ഏതോ ഗുഡ് ഷെഡിലേക്ക് പോകാൻ തോന്നുന്നു. ആ ഫ്രണ്ടിലായിട്ട് എനിക്ക് തോന്നുന്നു ബൊക്കോറോ സ്റ്റീൽ സിറ്റിയുടെ ഗുഡ്സ് യാർഡ് എന്തോ ഉണ്ടെന്ന്. വീണ്ടും WG12. ഈ റൂട്ടിൽ കണ്ട് മടുത്തൊരു സാധനമാണ് WG12. പക്ഷെ എത്ര കണ്ടാലും മടുക്കാത്തൊരു സാധനമാണ് WG12. ഒരു റെയിൽ ഫാൻ എന്ന നിലയിൽ WG12 കാണുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഏതൊരു റെയിൽ ഫാൻ ആണെങ്കിലും WG12 കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫോൺ അല്ലെങ്കിൽ ക്യാമറ എടുത്ത് ഒരു ക്ലിക്ക് എടുക്കാതെ ഉറപ്പായും പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്ര മനോഹരമായൊരു ലോക്കമാണത്. അങ്ങ് ദൂരെ കാണുന്ന അതാണ് ബൊക്കോറോ സ്റ്റീൽ ഫാൻ, വേൾഡ് ഫേമസ് ആയ ബൊക്കോറോ സ്റ്റീൽ ഫാൻ. ഇത് വന്ന് ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ബൊക്കോറോയിലാണ് ഈ സ്റ്റീൽ ഫാൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ലാർജസ്റ്റ് പ്ലാന്റാണ്, സ്റ്റീൽ പ്ലാന്റാണ് ഈ ബൊക്കോറോ സ്റ്റീൽ സിറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 1ാമത്തെ പ്ലാന്റ് എവിടെയാണെന്നോ? 1ാമത്തെ പ്ലാന്റ് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്ത് തരേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏഷ്യയിലെ തന്നെ 3ാമത്തെ ലാർജസ്റ്റ് ഏരിയ വൈസിൽ, ഏഷ്യയിലെ തന്നെ 3ാമത്തെ ലാർജസ്റ്റ് ആണ്. 10x5 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഷ്യോ വന്നിട്ട്. ബൊക്കോറോ വന്നിട്ട് ഒരു പ്ലാന്റ് സിറ്റിയാണ്. ഓരോരോ സെക്ടറായിട്ടാണ് സിറ്റി തിരിച്ചേക്കുന്നത്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് സിറ്റിയാണെന്നാണ് പറയുന്നത് ഞാൻ കേട്ടത്. ബൊക്കോറോ അറിയാവുന്നവരൊന്ന് കമൻ്റായി ഇട്ടേക്കണേ. ബൊക്കോറോയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരും. നല്ല സിറ്റിയാന്ന് പറയുന്നു, പ്ലാൻ ചെയ്ത വളരെ നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാന്ന് പറയുന്നു. ഹൗറയിൽ നിന്ന് 308 കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ 6ാമത്തെ സ്റ്റോപ്പായ ബൊക്കോറോ സ്റ്റീൽ സിറ്റിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേഷൻ വന്ന് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിൽ ആർദ്ര ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ഒരു സ്റ്റേഷനാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇവിടെ ഈ ട്രെയിന് 2 മിനിറ്റ് സ്റ്റോപ്പാണ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ കോഡാണ് BKSC. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ആലപ്പി ഏതോ ഒരു ട്രെയിൻ ബൊക്കോറോ എക്സ്പ്രസ് ആയിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്.
എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേരെ. ജസ്റ്റ് ബൊക്കോറോ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് ആ ദൂരെ കാണുന്നുണ്ടോ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു പിറ്റ് ലൈനും. പണ്ട് അവിടെ ഒരു റെയിൽവേ യാർഡ് ഉണ്ടായിരുന്നു, പിറ്റ് ലൈൻ ഉണ്ടായിരുന്നു, ട്രെയിനിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഒരു വർക്ക്ഷോപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ബൊക്കോറോയിൽ നിന്ന് ആ ഒരു കാലത്ത് കുറേ ട്രെയിനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കേരളത്തിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, ബൊക്കോറോ സ്റ്റീൽ സിറ്റി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ട്രെയിൻ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രെയിനായിരുന്നെന്ന് തോന്നുന്നു. ഈ യാർഡൊക്കെ കണ്ടില്ലേ? ബൊക്കോറോയിൽ നിന്ന് പണ്ട് ഓപ്പറേറ്റ് ചെയ്ത ട്രെയിനുകളൊക്കെ ആയിരിക്കാം ഇപ്പം ധൻബാദിൽ നിന്നും റാഞ്ചിയിൽ നിന്നും ഹട്ടിയിൽ നിന്നൊക്കെ പുറപ്പെടുന്നത്. എനിക്കറിയില്ല. ബട്ട് ബൊക്കോറോയിൽ നിന്ന് പണ്ട് ഒരുപാട് ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ ഒരു തെളിവ് ആ സൈഡിൽ കിടപ്പുണ്ട്. ഒരു അടിപൊളി പിറ്റ് ലൈൻ, പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞൊരു പിറ്റ് ലൈനാണ്. ട്രെയിനിൽ ലഞ്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിന്ന് ഓർഡർ ചെയ്തത് നോൺ വെജാണ്. ബൊക്കോറോ സ്റ്റീൽ സിറ്റിക്ക് ശേഷം ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ലഞ്ച് കിട്ടുകയുള്ളൂ. ഈ ശതാബ്ദിയിലും വന്ദേ ഭാരതിലൊക്കെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, വിത്തൗട്ട് ഫുഡ്. അതായത് ഫുഡ് വേണ്ടാത്തവർക്ക് ഫുഡിൻ്റെ ചാർജ് കൊടുക്കാതെ തന്നെ ഇപ്പോൾ ശതാബ്ദിയിലും വന്ദേ ഭാരതിലും ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഫുഡ് കുഴപ്പമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം ഇതിലെ ഫുഡ്. ഇതാണ് നമ്മുടെ ലഞ്ച്. ആ ലഞ്ചിനകത്ത് വന്നിട്ടുള്ളത് 2 ചപ്പാത്തി ഉണ്ട്, ഡാൽ കറി ഉണ്ട്, ചോറുണ്ട്, പിക്കിൾസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, തൈരുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ ഒരു ഇതുണ്ട്. പിന്നെ ഒരു ഐസ്ക്രീമും ഇതിൻ്റെ കൂടെ കൊണ്ടുതരും ലാസ്റ്റായിട്ട്. പിന്നെ ഒരു കുപ്പി വെള്ളവും. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഈ ചേട്ടൻ കിടന്ന് ഉറങ്ങുന്ന മാതിരി കിടന്ന് ഉറങ്ങാൻ എന്ത് രസമല്ലേ. റാഞ്ചി രാജധാനി പൊതുവെ മൊത്തം കാലിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് വീക്കെൻഡിൽ മാത്രം ഫുള്ളാവുന്ന ഒരു ട്രെയിനാണ്. മിക്കവാറും എല്ലാ സീറ്റും കാലിയായിട്ട് കിടക്കുന്നു. ഇതേമാതിരി കിടന്ന് ഉറങ്ങാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ വർക്ക് കിടക്കില്ലല്ലോ. ഹൗറയിൽ നിന്ന് 361 കിലോമീറ്റർ താണ്ടി നമ്മൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേഷനായ മുറി ജംഗ്ഷനിലാണ് ഇപ്പോഴത്തെ എത്തിച്ചേർന്നിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ റാഞ്ചി ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ്റെ കോഡും മുറിയുന്ന തന്നെയാണ്. സ്റ്റേഷൻ്റെ പേരും മുറിയുന്ന, കോഡും മുറിയുന്ന തന്നെയാണ്. 3 പ്ലാറ്റ്ഫോം ഉള്ള ഒരു സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ. റാഞ്ചി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്റ്റേഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് റാഞ്ചിയാണ്. ഈ ട്രെയിൻ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫോറസ്റ്റ് സെക്ഷനാണ്. കാര്യം വിജനമായ സ്ഥലങ്ങളാണ്, 2 സൈഡിലും വീടോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല, കുറേ മരങ്ങൾ മാത്രം കാണുന്നുണ്ട്. ഒരു ഫോറസ്റ്റ് സെക്ഷൻ ആണ് ഇനി മുൻപിലുണ്ടെന്നുള്ളത് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു. ദേ കണ്ടോ, IRCTCയുടെ വെള്ളം കുപ്പിയുണ്ടോ? ഇത് പക്ഷേ 1 ലിറ്ററിൻ്റെ വെള്ളം കുപ്പിയല്ല കേട്ടോ, ഇത് 1/2 ലിറ്ററിൻ്റെ വെള്ളം കുപ്പിയാണ്. വന്ദേ ഭാരതിലും ശതാബ്ദിയിലുമൊക്കെ കയറിയവർക്കറിയാം, ഇപ്പം വന്ദേ ഭാരതിലും ശതാബ്ദിയിലുമൊക്കെ 1/2 ലിറ്ററിൻ്റെ വെള്ളമാണ് സപ്ലൈ ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലിറ്ററിൻ്റെ വെള്ളം പണ്ട് കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ പകുതി കുടിച്ചും കുറച്ച് കുടിച്ചും ഒക്കെ ഇത് ഒത്തിരി വാട്ടർ വേസ്റ്റ് ആക്കുമായിരുന്നു. അപ്പോൾ വേസ്റ്റേജ് കുറയ്ക്കുവാനായിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ 1/2 ലിറ്റർ വെള്ളം പ്ലാൻ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, പകുതി വെച്ച് പോയാലും കുഴപ്പമില്ല, 1/2 ലിറ്ററല്ലേ. മറ്റേത് 1 ലിറ്റർ ആകുമ്പോഴത്തേക്കും അത്രയും വാട്ടർ വെറുതെ വേസ്റ്റ് ആവുമല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും മിക്കവാറും ശതാബ്ദി വന്ദേ ഭാരതിലൊക്കെ ഈ 1/2 ലിറ്ററിൻ്റെ വെള്ളം തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ട്രെയിനായ ശതാബ്ദി എക്സ്പ്രസ്സിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്ലോർ മാറ്റ് ഉണ്ടോ, ചവിട്ടി ചവിട്ടി തേഞ്ഞു പോയൊരു ഫ്ലോർ മാറ്റ്. ഹൗറ ഡിപ്പോയുടെ അണ്ടറിൽ വരുന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഈ റാഞ്ചി ശതാബ്ദി എക്സ്പ്രസ്. നമ്മളിപ്പോൾ പോകുന്നത് ഫോറസ്റ്റ് റിസർവ് ഏരിയ കൂടാണ് കേട്ടോ.
ഇവിടെ ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ട്. ഇവിടെ ആന ഇറങ്ങുന്ന പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ വാളയാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ ആനയുടെ ശല്യം കാരണം ട്രെയിനിൻ്റെ സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. 60 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ അവിടെയൊക്കെ ട്രെയിൻ പോകാറുള്ളൂ. പിന്നെ അതേമാതിരി നോർത്ത് ഈസ്റ്റ് വേറെ ഇറ്റാർസിയ സൈഡിലൊക്കെ ട്രെയിൻ ഇതേമാതിരി ഫോറസ്റ്റ് സെക്ഷനിലൂടെ പോകുമ്പോൾ സ്പീഡ് റെസ്ട്രിക്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ശതാബ്ദിയുടെ എല്ലാ കോച്ചിലും ഒരു മിനി പാൻട്രി സെറ്റപ്പ് ഉണ്ടെന്ന്. ഇതാണ് ആ മിനി പാൻട്രി സെറ്റപ്പ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ കണ്ടോ വെള്ളം കുപ്പിയൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം, ഒരു സൈഡിൽ ബ്രെഡ്, മറ്റേ സൈഡിൽ അവരുടെ ഓരോ ട്രേക്കകത്ത് ഓരോ ഫുഡ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ മുകളിലാണെങ്കിൽ ഫുഡൊക്കെ ചൂടാക്കാവുന്ന താഴെ ഫ്രീസറാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നത് ഇത് ചൂടുവെള്ളം വരുന്ന ഒരു വാഷ് ബേസിനാന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ സെറ്റപ്പ്, അടിപൊളിയല്ലേ. ഹൗറയിൽ നിന്ന് 426 കിലോമീറ്റർ ജേർണിക്ക് ശേഷം നമ്മളിതാ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ റാഞ്ചിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. റാഞ്ചി എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. ടാറ്റ നഗറിനും ധൻബാദിനും ശേഷം ജാർഖണ്ഡിലെ 3ാമത്തെ ലാർജസ്റ്റ് സിറ്റി കൂടെയാണ് റാഞ്ചി. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിൽ റാഞ്ചി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ കൂടിയാണ് ഇത്. റാഞ്ചി സ്റ്റേഷനിൽ മൊത്തം 5 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ കോഡ് വന്നിട്ട് RNC എന്നാണ്. റാഞ്ചി ശതാബ്ദിയിലെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഒരു റെയിൽ ഫാൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം റാഞ്ചിയിലെ കാഴ്ചകളുമായി.